അങ്കണവാടി ഹെൽപ്പർക്ക് നേരെ അസഭ്യവർഷവുമായി LDF സ്ഥാനാർത്ഥി. ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്ത് 13-ാം വാർഡിലെ സ്ഥാനാർത്ഥി ലിജോ ജോസഫാണ് ജീവനക്കാരി നബീസയെ അസഭ്യം പറഞ്ഞത്. ലിജോയ്ക്കെതിരെ നബീസ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ അവൻ ഉച്ചയ്ക്ക് വന്ന് ഞങ്ങൾ പിള്ളേരെ ഉറക്കി കിടത്തിയ സമയത്ത് അവൻ ഓടി വന്ന് ബഹളം ഉണ്ടാക്കുക ചെയ്ത് എനിക്ക് എൻ്റെ വോട്ട് വേണ്ട അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് അത് വ്യക്തിപരമായ വൈരാഗ്യമാണ്. എനിക്ക് അവനോട് യാതൊരു വൈരാഗ്യമില്ല, ഒന്നുമില്ല. ഞാൻ അവനോട് മിണ്ടാറ് പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും അത്യാവശ്യം കണ്ടാൽ മിണ്ടിയാന്നല്ലാതെ ഞാൻ ഒരു കാര്യം അവനെ കളിയാക്കാറുമില്ല, ഒന്നുമില്ല. ഇവിടെ വന്ന് കിടന്ന് ഞാൻ വർഗീയവാദിയാണ്, PDP-കാരിയാണ്, ലീഗുകാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി പിള്ളേരുടെ മുന്നിൽ വെച്ച് അനാവശ്യമൊക്കെ പറഞ്ഞത്. ആദ്യമൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ലായിരുന്നു. ലാസ്റ്റ് ടൈം ഇവൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞ് വീഡിയോ പിടിപ്പിച്ചതാണ്. സർക്കിളിന് ഇട്ട് കൊടുക്കുക, അവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുന്നു. അപ്പം നമുക്കൊരു തെളിവ് വേണമല്ലോ, അതിന് വേണ്ടി മാത്രം യാത്ര ചെയ്തതാണ്. അതിന് ഞാൻ കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തത്. രാഹുൽ, കുട്ടികൾക്ക് മുന്നിൽ വെച്ചാണ് എന്നതാണ് ഈ അങ്കണവാടി ഹെൽപ്പർ പറയുന്നത്. സംഭവിച്ചത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ, പോലീസ് തുടർ നടപടിയിലേക്ക് പോയോ? അനുജ, പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികളൊക്കെ കിടന്നുറക്കമായിരുന്നു. ആ സമയത്താണ് ലിജോ ജോസഫ് അങ്കണവാടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നബീസ പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലിജോയുടെ വീടിന് തൊട്ട് മുൻപിലാണ് ഈ അങ്കണവാടി പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് നബീസ. അനാവശ്യമായിട്ട് എത്തി അസഭ്യം പറയുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല മദ്യലഹരിയിലായിരുന്നു ഈ അസഭ്യം പറഞ്ഞതെന്ന വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും നബീസയുടെ ആരോപണമാണ് മദ്യപിച്ചെത്തിയാണ് ഈ അസഭ്യവർഷം നടത്തിയത് എന്നുള്ളത്. മാത്രമല്ല വർഗീയവാദിയാണ് നബീസ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതാ ദൃശ്യങ്ങളിലും ആ വീഡിയോയിലും വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളതാണ്. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നബീസ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ താമസിച്ചിരുന്ന 13-ാം വാർഡിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയിരുന്നു. ആ ഘട്ടത്തിൽ ഇവരുടെ വോട്ട് 13-ാം വാർഡിലുണ്ടായിരുന്ന വോട്ട് അത് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇവർ പുതിയതായിട്ട് താമസിക്കാൻ ചെയ്യുന്ന സ്ഥലത്ത് വോട്ട് ചേർക്കുകയും ചെയ്തില്ല. പിന്നീട് ഇവർ നേരത്തെ ഉണ്ടായിരുന്ന 13-ാം വാർഡിൽ തന്നെ വോട്ട് വീണ്ടും പുനഃസ്ഥാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തർക്കമുണ്ടായത്. നീ എന്തിനാണ് ഇവിടെ വോട്ട് ചെയ്യാൻ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നബീസയോട് ചോദിച്ചു. അതിന് പിന്നാലെയായിരുന്നു ഈ അസഭ്യവർഷം എന്നുള്ളതാണ് പറയുന്നത്. മുസ്ലിം ലീഗുകാരിയാണ്, PDP-കാരിയാണ്, വർഗീയവാദിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ലിജോ ജോസഫിന്റെ അസഭ്യ വർഷം നടന്നത്. മാത്രമല്ല ഈ സംഭവം വിവാദമായതോടെ, ഇത് വലിയ വാർത്തയായതോടെ, ആ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ലിജോ ജോസഫ് പ്രതികരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, LDF സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്താൻ പാടുള്ളതല്ലായിരുന്നു, നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്, പരസ്യമായി മാപ്പ് ചോദിക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് ലിജോ ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണ് ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്ത് 13-ാം വാർഡിലെ സ്ഥാനാർത്ഥി ലിജോ ജോസഫിനെതിരെയാണ്, LDF സ്ഥാനാർത്ഥിയാണ്. ലിജോ ജോസഫിനെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. അങ്കണവാടി ഹെൽപ്പറാണ് പരാതി നൽകിയത്, നബീസ എന്നാണ് അവരുടെ പേര്. തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നതാണ് ലിജോ ജോസഫിന്റെ പ്രതികരണം. അതിൽ വന്ന പ്രതികരണം കേൾക്കാം. അങ്കണവാടി ഹെൽപ്പർ എന്ന് പറയുന്ന സ്ത്രീ ഒരു UDF പ്രവർത്തകയാണ്. അപ്പോൾ അങ്ങനെ പല സമയത്തും പുള്ളിക്കാരി പ്രകോപനപരമായി പെരുമാറുന്നു. ഞാൻ രാവിലെ മുതൽ ഇലക്ഷൻ വർക്കിന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ പെട്ടെന്ന് പ്രകോപനനായി. അത് എൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. ഒരു ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ആ നിലയിൽ പ്രവർത്തിക്കരുതായിരുന്നു. അതിൽ ഞാൻ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെറ്റായ വാക്കുകൾ ഉണ്ടായതിൽ ആ സ്ത്രീയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നേരിട്ട് ഖേദം പ്രകടിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.